നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം പണിയുന്നു. മുഖ്യമന്ത്രി തറക്കല്ലിട്ടു. പോലീസ് സ്റ്റേഷനുകളിൽ മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാരിന് പ്രത്യേക ശ്രദ്ധയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോട്ടയം ജില്ലയുടെ 50ാമത് കളക്ടറായി ചേതൻകുമാർ മീണ ചുമതലയേറ്റു. കോട്ടയത്തെ കളക്ടറായതിൽ വലിയ സന്തോഷമെന്ന് ചേതൻകുമാർ മീണ. മണർകാട് സ്ഫോടനത്തിൽ ഗൃഹനാഥൻ മരിച്ചു. സ്ഫോടക വസ്തു ശരീരത്തിൽ കെട്ടിവെച്ച് തീ കൊളുത്തി. കുടുംബ പ്രശ്നമെന്ന് നിഗമനം. കൂട്ടിക്കൽ പ്ലാപ്പള്ളിയിൽ വൻ വാറ്റ് നിർമ്മാണ കേന്ദ്രം തകർത്തു. 305 ലിറ്റർ വാഷ് നശിപ്പിച്ചു. റെയ്ഡ് തുടരുമെന്ന് കാഞ്ഞിരപ്പള്ളി എക്സൈസ് സംഘം. വാർത്തകൾ വിശദമായി. പോലീസ് സ്റ്റേഷനുകളിൽ മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാരിന് പ്രത്യേക ശ്രദ്ധയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പോലീസ് സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാർ പ്രത്യേക ശ്രദ്ധയാണ് പുലർത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. 9 വർഷത്തിനിടെ കേരളത്തിലെ പോലീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ മാറ്റം ഉണ്ടായി. സാങ്കേതിക വിദ്യയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും മികവേറിയ പോലീസ് സ്റ്റേഷനുകൾ കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. കുറ്റാന്വേഷണത്തിനും ക്രമസമാധാന പാലനത്തിനും കേരള പോലീസ് ഏറെ മുന്നിലാണ്. കുറ്റാന്വേഷണത്തിൽ ഇന്ന് യാതൊരു വിധത്തിലുമുള്ള ബാഹ്യമായ ഇടപെടലും ഉണ്ടാകുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുതൽക്കൂട്ടാവുന്നവയാണ് ഈ പദ്ധതികളെല്ലാം. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 13 പദ്ധതികളുടെ ഉദ്ഘാടനം, 7 പദ്ധതികളുടെ ശിലാസ്ഥാപനം, ഇതെല്ലാം ഇന്ന് ഒറ്റ വേദിയിൽ നടക്കുകയാണ്. ചങ്ങനാശ്ശേരി അരിക്കത്തിൽ കൺവെൻഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ സഹകരണം തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിച്ചു. കേരള പോലീസ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കുറ്റാന്വേഷണ രംഗത്തും ക്രമസമാധാന പാലന രംഗത്തും മികച്ച പ്രവർത്തനമാണ് പോലീസിന്റേതെന്നും മന്ത്രി VN വാസവൻ കൂട്ടിച്ചേർത്തു. നിശ്ചയമായും നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാം. നമ്മൾ കുറ്റാന്വേഷണ രംഗത്തും എല്ലാ രംഗത്തും മികവ് കാട്ടിക്കൊണ്ട് ഇന്ത്യക്ക് മാതൃകയായി മാറിക്കഴിഞ്ഞ പോലീസ് സ്റ്റേഷൻ ഇന്ന് ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷൻ കേരളത്തിലാണ് സെലക്ട് ചെയ്യപ്പെടുന്നത് പറയുമ്പോൾ നമുക്ക് എത്ര അഭിമാനിക്കാൻ വക നൽകുന്നു. ആ നിലയിൽ പോലീസിന്റെ മികവാർന്ന പ്രവർത്തനങ്ങൾ ചങ്ങനാശ്ശേരിയിലും അതിന്റെ പൂർണ്ണ അർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ 3.5 കോടി രൂപ മുടക്കി 1113 ചതുരശ്ര മീറ്ററിൽ ഇവിടെ മനോഹരമായ പോലീസ് സ്റ്റേഷൻ തീരുന്നത്. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA മുഖ്യപ്രഭാഷണം നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് MP ഓൺലൈനായി പങ്കെടുത്തു. എറണാകുളം റേഞ്ച് DIG S സതീഷ് ബിനോ, ജില്ലാ പോലീസ് മേധാവി A ഷാഹുൽ ഹമീദ്, ജില്ലാ അഡീഷണൽ SP AK വിശ്വനാഥൻ, ചങ്ങനാശ്ശേരി നഗരസഭാധ്യക്ഷ കൃഷ്ണകുമാരി രാജശേഖരൻ എന്നിവർ പ്രസംഗിച്ചു. ചങ്ങനാശ്ശേരി DYSP ഓഫീസിന് സമീപമാണ് 3.5 കോടി രൂപ ചെലവഴിച്ച് പുതിയ സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. പോർച്ച് ഏരിയ, സ്റ്റെയർ റൂം ഉൾപ്പെടെ 1713 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഇരുനില കെട്ടിടമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ വെയിറ്റിംഗ് ഏരിയ, ഓഫീസ് മുറികൾ, റെക്കോർഡിംഗ് മുറി, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡറുകൾക്കും പ്രത്യേകം ലോക്കപ്പുകൾ, ശൗചാലയങ്ങൾ, യൂണിഫോം മാറ്റുന്നതിനുള്ള മുറികൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 524 ചതുരശ്ര മീറ്ററുള്ള 2ാം നിലയിൽ കോൺഫറൻസ് ഹാൾ, തൊണ്ടി മുതൽ സൂക്ഷിക്കാനുള്ള മുറി, CPO വിശ്രമ മുറി, ASI GSI എന്നിവർക്കായുള്ള മുറികൾ, അടുക്കള, സ്റ്റോർ മുറി, ഡൈനിങ് ഏരിയ, ശുചിമുറി ബ്ലോക്ക് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചേതൻകുമാർ മീണ കോട്ടയം ജില്ലാ കളക്ടറായി ചുമതലയേറ്റു. സ്ഥാനമൊഴിഞ്ഞ ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ ചുമതല കൈമാറി. ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയപ്പോൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയ സന്തോഷമെന്ന് ചേതൻകുമാർ മീണ പറഞ്ഞു. കോട്ടയം ജില്ലയുടെ 50ാമത് കളക്ടറായി ചേതൻകുമാർ മീണ ചുമതലയേറ്റു. ഇന്ന് രാവിലെ 10:30 കളക്ടറേറ്റിലെത്തിയ അദ്ദേഹത്തിന് സ്ഥാനമൊഴിഞ്ഞ ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ ചുമതല കൈമാറി. കളക്ടറേറ്റ് അങ്കണത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് S ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ പുതിയ കളക്ടറെ സ്വീകരിച്ചു. 2018 ബാച്ച് ഉദ്യോഗസ്ഥനാണ് രാജസ്ഥാനിലെ ദോസ ജില്ലക്കാരനായ ചേതൻകുമാർ മീണ. പാലക്കാട് അസിസ്റ്റന്റ് കളക്ടറായിട്ടായിരുന്നു തുടക്കം. തിരുവല്ല സബ് കളക്ടർ, നെടുമങ്ങാട് സബ് കളക്ടർ, എറണാകുളം ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ, സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർ എന്നീ ചുമതലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ന്യൂഡൽഹി കേരള ഹൌസ് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണറായിരിക്കെയാണ് കോട്ടയം ജില്ലാ കളക്ടറായി നിയമനം. ചരിത്രപ്രധാനമായി ഏറെ പ്രാധാന്യമുള്ള കോട്ടയത്ത് സേവനം അനുഷ്ഠിക്കാൻ അവസരം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ടെന്ന് ജില്ലാ കളക്ടറായി ചുമതലയേറ്റ ശേഷം ചേതൻകുമാർ മീണ പറഞ്ഞു. കോട്ടയത്തിന്റെ വികസനം സംബന്ധിച്ച് സമഗ്രമായ പഠനം നടത്തി കർമ്മ പദ്ധതി രൂപീകരിക്കുമെന്നും ചേതൻകുമാർ മീണ കൂട്ടിച്ചേർത്തു. കോട്ടയം സംബന്ധിച്ച് ഞാൻ ഉറപ്പായിട്ട് റിസർച്ച് ചെയ്തു.
ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ കോട്ടയത്തിൻ്റെ ഏത് ഇഷ്യൂസാണ് അത് ഞാൻ വിശദമായിട്ട് പഠിപ്പിക്കും. ഈ എൻ്റെ ടീമുണ്ട്, ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഈ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവികളുണ്ട്. അദ്ദേഹം വിളിച്ചിട്ട് ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എന്ത് ഇഷ്യൂ ആണ്, ജനങ്ങളിൻ്റെ ഈ പൊതുജനങ്ങളിൻ്റെ എന്ത് ഇഷ്യൂ ആണ് അത് പഠിപ്പിക്കും. ആൻഡ് ഈ കാര്യം മനസ്സിലാക്കാൻ ശേഷം ഒരു ആക്ഷൻ പ്ലാൻ നമുക്ക് തയ്യാറാക്കും. ആൻഡ് ഒബ്വിയസ്ലി ഈ കാര്യത്തിൽ നമ്മുടെ ഈ ജനപ്രതിനിധികൾ, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഇതിൻ്റെ എല്ലാ ഹെൽപ്പിനെയാണ് ഐ വിൽ ആസ്ക്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഈ പ്രയോറിറ്റി പ്രോജക്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്കീമുണ്ട്. സോ അതിൽ എൻ്റെ ഈ ഫോക്കസ് ആവും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണ്ണർകാട് സ്ഫോടനത്തിൽ ഗൃഹനാഥൻ മരിച്ചു. ഐരേറ്റിനട സ്വദേശി റെജിമോനാണ് മരിച്ചത്. കുടുംബ വഴക്കിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. മണ്ണർകാട് ഗൃഹനാഥനെ വീട്ടുവളപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. സ്ഫോടക വസ്തു വയറ്റിൽ കെട്ടിവെച്ച ശേഷം പൊട്ടിക്കുകയായിരുന്നു. മണ്ണർകാട് സ്വദേശി റെജിമോനാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്നലെ വീട്ടിൽ നിന്ന് ഇദ്ദേഹം ഇറങ്ങിപ്പോയിരുന്നു. രാത്രി 11:30ഓടെയാണ് പറമ്പിൽ നിന്ന് ശബ്ദം കേട്ടത്. കിണർ പണികൾ ചെയ്യുന്ന ആളാണ് റെജിമോൻ. കിണറ്റിലെ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വയറ്റിൽ കെട്ടിവെച്ച് പൊട്ടിക്കുകയായിരുന്നു. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൂട്ടിക്കൽ പ്ലാപ്പള്ളിയിൽ വൻ വാറ്റ് നിർമ്മാണ കേന്ദ്രം കാഞ്ഞിരപ്പള്ളി എക്സൈസ് സംഘം തകർത്തു. ചാരായം വാറ്റാൻ സൂക്ഷിച്ചിരുന്ന 305 ലിറ്റർ വാഷ് എക്സൈസ് സംഘം പിടികൂടി നശിപ്പിച്ചു. കൂട്ടിക്കൽ പ്ലാപ്പള്ളിയിൽ വൻ വാറ്റ് നിർമ്മാണ കേന്ദ്രം കാഞ്ഞിരപ്പള്ളി എക്സൈസ് സംഘം തകർത്തു. ഓണവിൽപ്പന ലക്ഷ്യം വെച്ച് ചാരായം വാറ്റാൻ സൂക്ഷിച്ചിരുന്ന 305 ലിറ്റർ വാഷ് എക്സൈസ് സംഘം കണ്ടെത്തി നശിപ്പിച്ചു. ഉരുൾപൊട്ടലിനെ തുടർന്ന് ജനവാസം ഇല്ലാതായ കൂട്ടിക്കൽ പ്ലാപ്പള്ളിയിൽ ആളൊഴിഞ്ഞ വീടുകൾ കേന്ദ്രീകരിച്ച് ചാരായം വാറ്റുന്നതായുള്ള വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം ഇവിടെ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. തുടർന്നാണ് വാറ്റ് നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി റെയ്ഡ് നടത്തിയത്. നല്ല മൂപ്പായ അത് സംഭവം നല്ല 305 ലിറ്റർ കോട കണ്ടെത്തി. പ്രിവന്റീവ് ഓഫീസർമാരായ AC അരുൺകുമാർ, KN സുരേഷ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ PA ഷൈജു, KV വിശാൽ, TS രതീഷ്, രമേശ് K രാമചന്ദ്രൻ എന്നിവർ ചേർന്നാണ് വാറ്റ് കേന്ദ്രം കണ്ടെത്തി തകർത്തത്. പ്രിവന്റീവ് ഓഫീസറായ KN സുരേഷ് കുമാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. ഓണക്കാലമായതോടെ റേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും കാഞ്ഞിരപ്പള്ളി എക്സൈസ് സംഘം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ മുണ്ടാങ്കലിൽ അമിത വേഗതയിലെത്തിയ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 3 പേർ മരിച്ച അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വാഹനമോടിച്ച ഇടുക്കി സ്വദേശി ചന്തൂസ് റിമാൻഡിലാണ്. പാലാ മുണ്ടാങ്കലിൽ വിദ്യാർത്ഥിനിയടക്കം 3 പേർ മരിച്ച വാഹനാപകടത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യം പുറത്തുവന്നു. 2 സ്കൂട്ടറുകളിൽ സഞ്ചരിക്കുകയായിരുന്ന ഇടമറുക തട്ടാപ്പറമ്പിൽ ധന്യ, പാലാ ഇളംതോട്ടം അമ്മയാനിക്കൽ ജോമോൾ, മകൾ 11 വയസ്സുകാരി അന്നമോൾ എന്നിവരാണ് അധ്യാപക വിദ്യാർത്ഥി അമിത വേഗത്തിൽ ഓടിച്ച കാറിടിച്ച് കൊല്ലപ്പെട്ടത്. അപകടത്തിനിടയാക്കിയ വാഹനമോടിച്ചത് 24-കാരനായ ഇടുക്കി നെടുങ്കുന്നം ചെറുവിള വീട്ടിൽ ചന്തൂസിനെ പാലാ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ മാസം 5-ാം തീയതിയാണ് നാടിനെ നടുക്കിയ അപകടം നടന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. കോതമംഗലത്ത് യുവതിയുടെ ആത്മഹത്യ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് സീറോ മലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കോക്കോ വയലിൽ. തീവ്രവാദ ബന്ധം സംശയിക്കുന്ന കേസാണിത്. പാനായിക്കുളത്തെത്തിച്ച് മർദ്ദിച്ചു എന്നതടക്കമുള്ള ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും ഫാദർ ജെയിംസ് കോക്കോ വയലിൽ പറഞ്ഞു. കാരണം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം തീവ്രവാദ ബന്ധങ്ങളെ അന്താരാഷ്ട്ര വിഷയങ്ങളാണ്. അന്താരാഷ്ട്ര ബന്ധം തീവ്രവാദത്തിന് എപ്പോഴും ഉണ്ട്. അപ്പോൾ സംസ്ഥാന ഏജൻസികളെക്കാൾ കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തിലെ ഇഫക്റ്റീവായിട്ട് ഇടപെടാനായിട്ട് സാധിക്കുന്നത് ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ളതുകൊണ്ട് കേന്ദ്ര ഏജൻസിക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. ഇതിലെ തീവ്രവാദ ബന്ധങ്ങളെ സംശയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കുട്ടിയെ കൊണ്ടുപോയി പാനായിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. പാനായിക്കുളം നേരത്തെ മുതലേ തീവ്രവാദ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളിൽ ഇടപെടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ കൊണ്ടുപോവുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള ആത്മഹത്യാക്കുറിപ്പ് വളരെ വേദനയോടുകൂടിയാണ് വായിച്ചു കേട്ടത്. ഈരാറ്റുപേട്ട റൂട്ടിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ വാൻ ഡ്രൈവർ ഈരാറ്റുപേട്ട സ്വദേശി അമീനെ പാലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
പിക്കപ്പ് വാൻ മറിഞ്ഞ് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പാല ഈരാറ്റുപേട്ട റൂട്ടിൽ അമ്പാറയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഈരാറ്റുപേട്ട തെക്കേക്കര സ്വദേശി ആമീനാണ് ഗുരുതരമായി പരിക്കേറ്റത്. വാഹനത്തിനടിയിൽപ്പെട്ട ഡ്രൈവറെ നാട്ടുകാർ ചേർന്ന് പിക്കപ്പ് ഉയർത്തിയാണ് പുറത്തെടുത്തത്. തുടർന്ന് ഗുരുതരമായ പരിക്കുകളോടെ ഇദ്ദേഹത്തെ പാല ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 10:30യോടെയായിരുന്നു അപകടം. ന്യൂസ് ബ്യൂറോ, പാല. ലൂർദിയൻ ബാസ്കറ്റ്ബോൾ ഫോട്ടോഗ്രഫി അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച ഫോട്ടോഗ്രാഫറിനുള്ള അവാർഡ് മാതൃഭൂമി ദിനപത്രത്തിലെ ചീഫ് ന്യൂസ് ഫോട്ടോഗ്രാഫറായ EV രാഗേഷിന്. 10,001 രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. ജൂലൈ 31 മാതൃഭൂമി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ചിത്രത്തിനാണ് അവാർഡ് ലഭിച്ചത്. എലിക്കുളം വികസന കോൺക്ലേവിന് മുന്നോടിയായി സംഘാടക സമിതി യോഗം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി ഈറ്റത്തോട്ട് ചെയർമാനായി 51 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. 2035 എല്ലാ കാര്യങ്ങളിലും സ്വയം പര്യാപ്തതയുള്ള എലിക്കുളം എന്ന ലക്ഷ്യം മുൻനിർത്തി വികസന കോൺക്ലേവ് 2025 സംഘടിപ്പിക്കുന്നു. സംവാദ സദസ്സുകൾ, ചർച്ചകൾ, സെമിനാറുകൾ, പഠന പരിപാടികൾ, പ്രദർശനമേളകൾ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ഇവ ക്രോഡീകരിച്ചുള്ള വികസന സദസ്സുകൾ സെപ്റ്റംബർ 22 മുതൽ 27 വരെയുള്ള തീയതികളിൽ നടക്കും. മന്ത്രിമാർ, വിവിധ രംഗങ്ങളിലെ വിദഗ്ധർ, സന്നദ്ധ സാംസ്കാരിക പ്രവർത്തകർ, കർഷകർ, ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതിന് മുന്നോടിയായുള്ള സംഘാടക സമിതി യോഗം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ MK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട് അധ്യക്ഷനായി. പാമ്പാടി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ട്രീസ സെലിൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യമോൾ, കേരള ശാസ്ത്ര പരിഷത്ത് കോട്ടയം ജില്ലാ സെക്രട്ടറി വിഷ്ണു ശശിധരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി അന്ത്യാംകുളം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം പണിയുന്നു. മുഖ്യമന്ത്രി തറക്കല്ലിട്ടു. പോലീസ് സ്റ്റേഷനുകളിൽ മികച്ച തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാരിന് പ്രത്യേക ശ്രദ്ധയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോട്ടയം ജില്ലയുടെ 50ാമത് കളക്ടറായി ചേതൻകുമാർ മീണ ചുമതലയേറ്റു. കോട്ടയത്തെ കളക്ടറായതിൽ വലിയ സന്തോഷമെന്ന് ചേതൻകുമാർ മീണ. മണർകാട് സ്ഫോടനത്തിൽ ഗൃഹനാഥൻ മരിച്ചു. സ്ഫോടക വസ്തു ശരീരത്തിൽ കെട്ടിവെച്ച് തീ കൊളുത്തി. കുടുംബ പ്രശ്നമെന്ന് നിഗമനം. കൂട്ടിക്കൽ പ്ലാപ്പള്ളിയിൽ വൻ വാറ്റ് നിർമ്മാണ കേന്ദ്രം തകർത്തു. 305 ലിറ്റർ വാഷ് നശിപ്പിച്ചു. റെയ്ഡ് തുടരുമെന്ന് കാഞ്ഞിരപ്പള്ളി എക്സൈസ് സംഘം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.